السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലെ MGMന്റെ കരുത്തരായ സാരഥികളെ, ആദരണീയരായ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ എറണാകുളം ജില്ല MGMന്റെ ഈ മഹത്തായ സമ്മേളനം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഞാനും നിങ്ങളുടെ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും, അത് KNM ആയാലും ISM ആയാലും MSM ആയാലും MGM ആയാലും എല്ലാവരും രാപകലില്ലാതെ നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന്റെ പരിണിത ഫലം ഹൃദയവും കണ്ണും നിറയുന്ന, നമ്മെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന, പ്രത്യേകിച്ച് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ തൊട്ടടുത്ത് നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം എന്താണ് പറയുക, സാഹചര്യങ്ങളാണല്ലോ നമ്മളെ എപ്പോഴും വഴിതെറ്റിക്കുന്നത്. നമ്മുടെ കണ്ണിനെയും നമ്മുടെ കാതുകളെയും ഒക്കെ കുളിരണിയിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് അലങ്കാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവയെല്ലാം തിരസ്കരിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു എന്നോടൊപ്പമുള്ള എൻ്റെ സഹോദരിമാർ ചർച്ച ചെയ്ത ഒരു വിഷയം പോലും അതായിരുന്നു. ഇന്നലെ ഈ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇവിടേക്ക് സ്ത്രീകൾ വരുമോ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം ഒരിക്കലും നമ്മുടെ പ്രതീക്ഷകളെയെല്ലാം അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ ഈ കൂട്ടായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ്, അർഹമുറാഹിമായ പടച്ച തമ്പുരാൻ ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മഹ്ശറ മൈതാനിയിൽ വിശ്വാസികളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആ വൃന്ദത്തിൽ, ആ ഒരു കൂട്ടത്തിൽ, അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഈ സെഷനിൽ എന്നോട് സംസാരിക്കുവാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ത്രീ പ്രബോധന വീതിയിൽ എന്ന വിഷയമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, നമുക്കറിയാം ഈ ലോകത്തേക്ക് കടന്നു വന്ന ഒട്ടേറെ പ്രവാചകന്മാരുണ്ട്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ 25 പ്രവാചകന്മാരുടെ പേരുകളാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനും ചരിത്രവും ഒക്കെ പഠിക്കുമ്പോൾ ഈ 25 പ്രവാചകന്മാരിൽ നിന്നും ചില പ്രവാചകന്മാരുടെ പേരുകളോ ചരിത്രമോ ഓർക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വിരലിലെണ്ണാവുന്ന ചില പ്രവാചകന്മാരുണ്ട്. എന്തുകൊണ്ടാണ് അതിന് കാരണമെന്ന് വെച്ചാൽ, ചരിത്രത്തിൽ അവർ അത്രമേൽ സ്വാധീനം ചെലുത്തിയതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രവാചകന്മാരെല്ലാം വിശ്വാസികളായിരുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് സഹാബിമാരെയും സഹാബി വനിതകളെയും ഒക്കെ, അവരെയൊക്കെ നമ്മൾ എന്താണ് പറയാ, ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ആളുകളായിക്കൊണ്ട് ചില ആളുകളുടെ പേരുകൾ പരാമർശിക്കാറുണ്ട്. അതിൽ സഹാബി വര്യന്മാരും സഹാബി വനിതകളുമുണ്ട്. ഇവരെ ചരിത്രത്തിൽ ഇത്രയേറെ ഇടം കണ്ടെത്തുവാൻ കാരണമായത് അവരൊക്കെ വിശ്വാസികളായത് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ, ചരിത്രത്തിൽ അത്രയേറെ പരാമർശിക്കപ്പെടാത്ത ആളുകൾ വിശ്വാസികളല്ലാത്തത് കൊണ്ടാണോ? അല്ല. അതിന്റെ ഉത്തരം അവർ ആർജിച്ചെടുത്ത വിശ്വാസം,
അവരുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ദൃഢമായ ആ വിശ്വാസം, അവർ മനസ്സിലാക്കിയ ഈ പ്രപഞ്ചത്തിന്റെ സത്യമാകുന്ന ഇസ്ലാം എന്ന ദീൻ, അത് അവർ സ്വായത്തമാക്കിയതുപോലെ തന്നെ തങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അവർ നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന്റെ, അവരുടെ എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് അവർ ചരിത്രത്തിൽ ഇടം കണ്ടെത്തിയത്. പലപ്പോഴും പല പ്രവാചകന്മാരെ കുറിച്ചും സഹാബികളെ കുറിച്ചുമൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അവരുടെ കാലശേഷം നമ്മൾ അവരെ സ്മരിക്കുന്നുണ്ടാവാം. അവരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സുകൾ അങ്ങേയറ്റം കുളിർമയോടുകൂടി നമ്മളിരുന്ന് കേട്ടുകൊണ്ടിരിക്കും ചരിത്രങ്ങൾ. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതത്തിലെ ഒരു സന്തോഷം പോലും ആസ്വദിക്കാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞവരാണ് പല പ്രവാചകന്മാരും പല സഹാബി വനിതകളും. അതിന് കാരണം അവർ അവരുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ചും ദുനിയാവിന്റെ നൈമിഷികതയെക്കുറിച്ചും കൃത്യമായി പഠിച്ചവരായിരുന്നു. തുടക്കത്തിൽ ഞാൻ ഓതി വച്ചില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. പ്രബോധനത്തെക്കുറിച്ച് ഇത്രയും ഗൗരവത്തിൽ പറയുന്ന മറ്റൊരായത്ത് നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. ഒരു മനുഷ്യൻ അവന്റെ ഈ പ്രപഞ്ചത്തിലെ ജീവിതത്തിൽ മരണം വരെയുള്ള കാലയളവിൽ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇടപെടുന്നുണ്ടോ, എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ടോ, അതിനേക്കാളെല്ലാം ഏറ്റവും പരമപ്രധാനമായ അവരുടെ സംസാരം എന്ന് പറയുന്നത് അത് അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. ഇതിൽ സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല. അവിടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇവിടെ സ്ത്രീകളെ മാത്രമോ പുരുഷനെ മാത്രമോ സ്പെസിഫൈ ചെയ്ത് പറയുകയല്ല ചെയ്തത്. വമൻ അഹ്സന ഖൗലൻ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ആണോ പെണ്ണോ ആരായിരുന്നാലും അവരുടെ ജീവിതത്തിൽ അവർ സംസാരിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് അവർ പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം പരലോകത്ത് രക്ഷപ്പെടുക, അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് വേണ്ടി ആരെയെങ്കിലും ഒരാളെയെങ്കിലും ആ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ കൊണ്ട് വാക്കാലോ പ്രവർത്തിയാലോ നമ്മുടെ ഒരു ചെറിയ ചലനം കൊണ്ടോ സാധിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അത് തന്നെയാണ് എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നു. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൽ കാണാം, കുൽ, നബിയെ പറയുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. എന്നിട്ട് അല്ലാഹു പറയുന്നു, അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ട് പ്രവാചകന് ആ വേദഗ്രന്ഥം ഇറക്കി കൊടുത്തതിന് ശേഷം പ്രവാചകനോട് പറയുകയാണ്, നബിയെ കുൽ, താങ്കൾ പറയുക, ഹാദി സബീലി, ഇതാണ് എന്റെ മാർഗം, ഇതാണ് ശരിയായ മാർഗം. ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചാലല്ലാതെ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉദ്ഉ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക, അലാ ബസീറത്തിൻ, നിങ്ങൾ ഉൾക്കാഴ്ചയോടുകൂടി ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പ്രവാചകന്മാരോട് ഏൽപ്പിച്ച ആ ദൗത്യമാണ് ഞാനും നിങ്ങളും നിർവഹിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പ്രബോധനം എന്ന് പറയുന്നത് കേവലം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പോലെയുള്ള ഒരു പ്രവൃത്തി മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി, അള്ളാഹുവിന്റെ ആശീർവാദത്തോടുകൂടി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ അവരുടെ പിൻതലമുറക്കാരായി അവസരം ലഭിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യമില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, പിന്നീട് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയും, ഒരു മുസ്ലിമായി ജനിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ. മുസ്ലിമാണോ എന്നാൽ അവന്റെ ഉത്തരവാദിത്തമാണ്. എന്താണ് ഉത്തരവാദിത്തം? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക. ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന, യുക്തിദീക്ഷയോടു കൂടിയും അതുപോലെ തന്നെ ഏറ്റവും നല്ല സതുപദേശത്തോടു കൂടിയും നീ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ഞങ്ങളുടെ മതമാണ് ശരി, ഞാനാണ് ശരി, അതുകൊണ്ട് നീ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം നാശത്തിലാണ് എന്ന ശൈലിയല്ല ഇസ്ലാം പ്രയോഗിച്ചത്.
മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് കാണിച്ചു തന്ന മാതൃക നമ്മുടെ മുന്നിലുണ്ട്. അന്ന് പ്രവാചകനും സഹാബത്തും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന പള്ളിയുടെ സൗകര്യം നമുക്കറിയാം. 4 ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ട് മറച്ചു വെച്ച, യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത, യാതൊരു ശുചിത്വവും പറയാൻ കഴിയാത്ത, അത്രമാത്രം നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള അവരുടെ ചെറിയ സൗകര്യത്തിൽ അവരുണ്ടാക്കിയ ആ മരുഭൂമിയിലെ ചെറിയ ആ പള്ളി എന്ന് പറയുന്ന സൗകര്യം, അതിനുള്ളിൽ വന്ന് ഒരു കാട്ടറബി മൂത്രമൊഴിച്ചപ്പോൾ നമ്മൾ ആലോചിക്കണം. നമുക്കിന്ന് വലിയ സൗധങ്ങൾ പോലെയുള്ള മനോഹരമായ പള്ളികൾ നിർമ്മിച്ച് അതിൽ നമസ്കരിക്കുന്നവരാണ് നമ്മൾ. കാലമത്ര പുരോഗമിച്ചു. നമ്മുടെ പള്ളിയിൽ കയറി ഒരു കാട്ടറബി അല്ലെങ്കിൽ നമ്മൾ അമുസ്ലിമായിട്ടൊരു വ്യക്തി വന്ന് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നീട് ആ പ്രദേശത്ത് നടക്കാൻ പോകുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ അന്നൊരു ആറാബി, ഒരു കാട്ടറബി വന്ന് അതിനുള്ളിൽ വന്ന് മൂത്രമൊഴിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സച്ചരിതരായ സഹാബികൾ അല്ലെങ്കിൽ ഖുലഫാ റാഷിദീങ്ങളായിട്ടുള്ള ആളുകൾ, സഹാബത്തും ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്താണ് അവനെ ചെയ്യേണ്ടത്? ഊരിപ്പിടിച്ച വാളുമായി അവന്റെ തല വെട്ടുവാൻ കഴിവുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അല്പം അയാളെ ആദ്യം അയാൾ ചെയ്യുന്ന പ്രവൃത്തി പൂർത്തിയാക്കാൻ അനുവദിക്കുക. ആറാബിയെ അയാൾ മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കാൻ അനുവദിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അല്പം വെള്ളം പോയി എടുത്തുകൊണ്ടുവരിക. ഇന്നത്തെ പോലെ ടാപ്പ് തുറന്നാൽ തൊട്ടടുത്തുനിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല. തോൽ സഞ്ചിയിൽ നടന്നു പോയി വെള്ളം ശേഖരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ വെള്ളം എടുത്തു കൊണ്ടുവരിക. എന്നിട്ടോ അദ്ദേഹം മൂത്രമൊഴിച്ച സ്ഥലം നിങ്ങൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനെ അതേപടി അനുസരിച്ച, വേദനയുണ്ടായിട്ടും വിഷമമുണ്ടായിട്ടും സങ്കടമുണ്ടായിട്ടും അതേപടി പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന ആ സഹാബത്ത് ആ പറഞ്ഞ കാര്യം അനുസരിക്കുകയും ആ പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്തപ്പോൾ ആ അറാബിയായ മനുഷ്യന് ഇസ്ലാം സ്വീകരിക്കുവാൻ സാധിച്ചെങ്കിൽ അതാണ് പ്രബോധനം. മൈക്ക് കെട്ടി 3-4 മണിക്കൂർ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത് മാത്രമല്ല പ്രബോധനം. മറിച്ച് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ഓരോ ഇടപെടലുകൾ കൊണ്ട്, നമ്മുടെ ആളുകളുമായിട്ടുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ അയൽവാസികൾക്കിടയിൽ, നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ, നമ്മുടെ സഹപ്രവർത്തകർക്കിടയിൽ നാമുമായി ഇടപെടുന്ന ഒരു നിമിഷത്തെ, ഒരു സെക്കൻഡ് നേരത്തെ ഇടപെടലുകൾ കൊണ്ട് പോലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് പ്രബോധനം. ഏത് രംഗത്തും ഇസ്ലാമിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുവാൻ ഒരു യഥാർത്ഥ മുസ്ലിം സ്ത്രീക്ക്, ഒരു മുസ്ലിം പുരുഷന് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോ അങ്ങനെ മൗഇലത്ത് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് ഇടപെടണം. അതുപോലെ വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ, നമ്മൾ അവരോട് സംവാദങ്ങൾ നടത്തണം. എങ്ങനെ? ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് പരസ്പരം നമ്മുടെ ആശയങ്ങൾ ചർച്ച ചെയ്യാം. എന്നിട്ട് പരസ്പരം നമുക്ക് വിലയിരുത്താം. ആരുമാരെയും പരിഹസിച്ചിട്ടല്ല, ആരുമാരെയും ആക്ഷേപിച്ചിട്ടല്ല. ഞാൻ മനസ്സിലാക്കിയ വിശ്വാസം ഇതാണ്, ഇതെനിക്ക് നിങ്ങളോട് പറഞ്ഞു തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. 1000-ന് മുകളിൽ 1500-ന് അടുത്ത് വരെ സ്ത്രീകൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരാൾ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിച്ചില്ല എന്ന് കരുതി അള്ളാഹുവിന്റെ ദീൻ അത് വിജയിക്കാതിരിക്കുകയില്ല. ലോകത്ത് ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇന്ന് ഏറ്റവും ശക്തമായ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രബോധനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആവശ്യമല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇത് നിർവഹിക്കപ്പെടാതെ പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളത് സാധ്യമല്ല എന്ന് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതൊരു സമൂഹത്തിന്റെ സമുദായത്തിന്റെ ബാധ്യതയാണ് എന്നുകൂടി വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നും ഒരു ഉത്തമ സമുദായം ഉണ്ടാവട്ടെ. അവരുടെ പ്രത്യേകത എന്താണ്? അവർ യദ്ഊന ഇലൽ ഖൈർ, ഏറ്റവും നന്മയിൽ, ഏറ്റവും നല്ലതിലേക്ക് അവർ ജനങ്ങളെ ക്ഷണിക്കുന്നു. വയഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ സദാചാരം,
ഇന്ന് അന്യം തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്ക് യാതൊരു മൂല്യവുമില്ലാത്ത, എന്തും ചെയ്യുന്ന, ഒന്നിനും യാതൊരു വിധത്തിലും മതപരമായ അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമാണ് എന്ന് ചിന്തിക്കുന്ന ന്യൂജൻ ചിന്താഗതിയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാം അല്ലെങ്കിൽ ദീൻ എന്ന് പറയുന്നത് എത്രയും പ്രസക്തമാകുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾ യദഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മുൻകർ, അതുപോലെ തന്നെ ദുരാചാരത്തിൽ നിന്നും ആളുകളെ നിങ്ങൾ തടയുകയും ചെയ്യുക. എവിടെയെങ്കിലും തിന്മ കാണുമ്പോൾ അതിനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ നാവ് കൈകൊണ്ട് നിങ്ങൾക്ക് തടയാൻ പറ്റുന്നതാണെങ്കിൽ കൈകൊണ്ട് നിങ്ങൾ അവരെ തടയുക. അരുതേ, നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കൈകൊണ്ട് അവരെ തടയുവാൻ കഴിയണം. അതിന് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നാവ് കൊണ്ടെങ്കിലും നിങ്ങൾ അതിനെ തടയണം. അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, അല്ലെങ്കിൽ അതിന്റെ വേദന നിങ്ങൾക്ക് ഹൃദയത്തിലെങ്കിലും ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ആ പ്രബോധനത്തിന്റെ ഏതു നിമിഷത്തിലും ഏതു സാഹചര്യത്തിലും പ്രബോധനത്തിന്റെ ഗൗരവം എത്രമേൽ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ മാത്രമാണ് വിജയിച്ചവരെന്ന് ഖുർആൻ പറയുകയാണ്. സഹോദരിമാരെ, ഉമ്മമാരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ സഹാബത്തിനോട് ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് നമ്മളും പല അനിഷ്ട സംഭവങ്ങളും കേൾക്കുമ്പോൾ പറയും നഊദു ബില്ലാഹ്, ഖിയാമത്ത് നാൾ അടുത്തു എന്ന് പറയും. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് സംസാരിക്കുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഒരു കാലഘട്ടം വരും മതവിശ്വാസത്തിന്, മതപഠനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ദുനിയവിയായ കാര്യങ്ങൾക്ക്, ഭൗതികമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ, കഴുത്തിലണിഞ്ഞിരിക്കുന്ന മുത്തുമാലയുടെ ചരടറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്നും മുത്തുമണികൾ അടർന്നു വീഴുന്നത് പോലെ നമുക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത, കാതുകൊണ്ട് കേൾക്കുമ്പോൾ ഭയം തോന്നുന്ന, കണ്ണുകൊണ്ട് കണ്ടു നിൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അതിന് ദൃക്സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തിൽ ഈ സമ്മേളനം കഴിഞ്ഞ് ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞങ്ങൾ നടത്തിയ അശ്രാന്ത പരിശ്രമം അതിനുവേണ്ടിയായിരുന്നു. എറണാകുളം ജില്ലയുടെ മുക്കിലും മൂലയിലുമുള്ള ആളുകളുടെ അടുക്കലേക്ക് പരമാവധി ഞങ്ങൾ മണ്ഡലം വിസിറ്റ് എന്ന് പറഞ്ഞെത്തിയത്. സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രാം നോട്ടീസോ ലഘുലഘുയെ അടിച്ചിറക്കിയിട്ട് പള്ളികളിലേക്ക് വിതരണം ചെയ്താൽ നിങ്ങൾ ഇത് അറിയുമായിരുന്നു. പക്ഷേ മണ്ഡലം വിസിറ്റ് നടത്തി അവിടേക്കെല്ലാം അലഞ്ഞു തിരിഞ്ഞ് പരിമിതികൾ ഉള്ളവരായിട്ട് പോലും ഞങ്ങൾ സ്ത്രീകൾ അതിനു വേണ്ടി എഫേർട്ട് എടുത്തത് ഈ എറണാകുളം ജില്ലയുടെ മുക്കിലും മൂലയിലും ഒരിടത്തും തൗഹീദ് എത്താത്തതിന്റെ പേരിൽ അക്കാരം അസ്സലാമു അലൈക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതീവ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ എറണാകുളം ജില്ലയുടെ മുക്കിലും മൂലയിലുമുള്ള ഒരാൾ പോലും ഈ തൗഹീദിന്റെ സന്ദേശം അറിയാതെ പോകരുത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ നരകത്തിലേക്ക് പോകേണ്ടുന്ന ഒരവസ്ഥയോ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കോ നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരിമാരെ, ഈ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ നാനാ തുറകളിലും അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനായിട്ടുള്ള സഹകരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കാരണം അത്രമേൽ ഭയാനകമായിരിക്കുകയാണ് നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും. ഇന്ന് നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് വേവലാതിയാണ്, ആശങ്കയാണ്. അവരുടെ ഭാവിയെ കുറിച്ച് പല ചോദ്യങ്ങളും നമ്മൾ നേരത്തെ കേട്ടു. എല്ലാവരും ഭയത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ മാറി, ചിന്തകൾ മാറി, അവരുടെ ജീവിത രീതികൾ മാറി, ശൈലികൾ മാറി. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള നമ്മുടെ മുൻ തലമുറയോ മുൻ സാഹചര്യങ്ങളോ അല്ല ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്നത്, അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത്
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വമ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. ഒരു പുരുഷൻ നന്നായാൽ ഒരു പക്ഷേ അവൻ മാത്രമായിരിക്കും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഒരു സ്ത്രീ നന്നായാൽ അതിലൂടെ ഒരു കുടുംബം തന്നെ നന്നാകും. ഒരു കുടുംബം നന്നാവുക എന്ന് പറഞ്ഞാൽ അത് ആ സമൂഹത്തിന്റെ തന്നെ മാറ്റമാണ്. ഒരു സമൂഹത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് അതൊരു രാജ്യത്തിന്റെ തന്നെ മാറ്റമാണ്. ലോകത്ത് തന്നെ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുവാൻ ഒരു പെണ്ണിന്റെ മാറ്റം കൊണ്ട്, പരിവർത്തനം കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ അവരിന്ന് വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടുന്ന മാതാപിതാക്കൾ ആശങ്കയിലാണ്. ഇവിടെ നമ്മൾക്ക് ആശങ്കയല്ല വേണ്ടത്, മറിച്ച് ഒരു പ്രബോധനം നടത്തുന്ന ആൾക്ക് ആദ്യമായി വേണ്ടത് കുറച്ച് ഗുണങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടതായി കൊണ്ട് പറയുന്നത് ബസീറത്ത് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ദഅവത്തിനെ കുറിച്ച്, പ്രബോധനത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാറുള്ളത് ബസീറത്ത്. എന്താണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ? ഉൾക്കാഴ്ച. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്താണ് അതിന്റെ ആശയം. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് അതിന് വ്യക്തമായ കൃത്യമായ ബോധം നമുക്കാദ്യം ഉണ്ടാകണം. വളരെ വിശാലമായി സംസാരിക്കാനുള്ള സമയമില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ ഞാൻ വലിയ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയി അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിശ്വാസത്തിൽ ആദ്യം നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഈ പ്രസംഗത്തിന് വേണ്ടി ഞാൻ തയ്യാറെടുക്കുമ്പോൾ എന്നെ അറിയുന്ന പല സഹോദരിമാരും എൻ്റെ വിഷയം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും എന്നോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊന്ന് സംസാരിക്കണമേ എന്നായിരുന്നു. അത് മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. നമ്മൾക്കാദ്യം നമ്മുടെ മതത്തെക്കുറിച്ച് ആദ്യമായി ഒരു ബോധം നമുക്കുണ്ടാകണം. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ, എൻ്റെ ആദർശത്തിൽ, എൻ്റെ ഐഡന്റിറ്റിയിൽ എനിക്കാദ്യം ആത്മാഭിമാനം ഉണ്ടാകണം. ഒരു പെണ്ണിനോട്, ഒരു പെൺകുട്ടി എൻ്റെ വസ്ത്രത്തെ കുറിച്ചിട്ട് ഉമ്മയോട് സംശയം ചോദിക്കുമ്പോൾ എനിക്കും അതേ തോന്നാറുണ്ട്, ഈ പർദ്ദ എന്തിനാണ് എന്നല്ല മറുപടി പറയേണ്ടത്. മറിച്ച് മോളെ, അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഈ വേഷം, എന്താണ് നാം ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം എന്ന് പറയുന്നത് എനിക്കും ഒട്ടേറെ ഈ ലോകത്ത് എൻ്റെ കൺമുന്നിൽ കാണുന്ന പല വസ്ത്രധാരണ രീതികളും അതുപോലെ ചേഷ്ടകളും ഒക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ധരിക്കാനുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ എനിക്കുമുണ്ട്. പക്ഷേ എൻ്റെ പ്രപഞ്ചനാഥനായ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത്തരം ഒരു വസ്ത്രധാരണ രീതി നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എന്ന് ഒരു ഉമ്മയ്ക്ക് പറയാൻ കഴിയണം. അത് പറയണമെങ്കിൽ ഉമ്മ ദീൻ പഠിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്ത്രീ ആരാണെന്നറിയുമോ? ഏറ്റവും നല്ല പെണ്ണാരാണെന്നറിയുമോ? ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തിയല്ല, ഉന്നത കുടുംബത്തിൽ ജനിച്ച മഹതി ആയതുകൊണ്ടല്ല, ഏറ്റവും നല്ല പൊസിഷനിലുള്ള ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ലേഡി ആയതുകൊണ്ടല്ല, കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവളായതുകൊണ്ടല്ല, മറിച്ച് അവൾ ആദരിക്കപ്പെടുന്നത് ഈ ലോകത്തും പരലോകത്തും ആദരിക്കപ്പെടുന്നത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. പഠിച്ചത് കൊണ്ടായില്ല, അത് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എവിടെ നിന്ന് ആരംഭിക്കണം? നമ്മുടെ വീട്ടിൽ നിന്നും. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അടുത്തതായി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക. അതൊരു വല്ലാത്ത പഠിച്ച തമ്പുരാന്റെ വാക്കാണ്. ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, നിന്നെ തിരിച്ചറിയപ്പെടാനാണ്. എങ്ങനെയാണ് തിരിച്ചറിയപ്പെടേണ്ടത്? ന്യൂ ജനറേഷൻ കുട്ടികളും കൂടി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ചൈനയിലെ ചിൻഗുവാൻ ജന്നുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ പ്രത്യേകത, അവർ ആ നാട്ടിലെ അറിയപ്പെടുന്ന അഭിസാരികകളാണ്. ഞാൻ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അവരുടെ വസ്ത്രത്തിന് ചില രീതികളുണ്ട്. ആ ചിൻഗുവാൻ ജന്നുകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ അവരുടെ ശരീരത്തിന്റെ നിമ്നോന്നതകളെല്ലാം നിഴലിച്ചു കാണുന്ന രൂപത്തിലാണ്. അവരെ ആരെങ്കിലും കണ്ടാൽ ആകർഷിക്കുന്ന രൂപത്തിൽ
വശ്യമായ വസ്ത്രം ധരിച്ചവരാണ് അവർ. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്? ഞങ്ങൾ ആകർഷിക്കപ്പെടണം, ആ ആകർഷണത്തിലൂടെ ഞങ്ങളിലേക്ക് ആളുകൾ വരണം, ഞങ്ങളെ സ്വയം വിൽക്കാനുള്ളവരാണ് എന്ന് പറയുന്ന ചെന്നൈയിലെ ചിൻകുവാൻ ജന്നുകൾ, അതുപോലെ ഗ്രീസിലെ ഹെറ്റേറകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവരും ആ നാട്ടിലെ അറിയപ്പെടുന്ന അഭിസാരികകളാണ്. അവരെയും തിരിച്ചറിയപ്പെടുവാൻ അവർക്കുമുണ്ടൊരു വസ്ത്രധാരണ രീതി. അവരുടെ മാറിന്റെ സിംഹഭാഗവും വയറിന്റെ സിംഹഭാഗവും അതുപോലെ തന്നെ കാൽ വരെയും അവർ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം അവർക്കുണ്ട്. അതിലൂടെ അവരെ ഇന്ന ആളുകളാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്ത് ഇങ്ങനെ ഓരോ ആളുകൾക്കും അവരെ തിരിച്ചറിയപ്പെടാൻ അവരുടെ വസ്ത്രത്തിലൂടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്നാൽ ഒരു മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം, അവൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്, അവൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് എന്ന് അവളുടെ വസ്ത്രധാരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അവൾ ശരീരത്തെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലോ മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രൂപത്തിലോ അല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഇസ്ലാമിക വസ്ത്രത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില നിബന്ധനകളുണ്ട്. അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് ശരീരത്തിന്റെ നിറം പുറത്തേക്ക് കാണുന്നതാകാൻ പാടില്ല. രണ്ടാമത്തേത് ഇതര മതസ്ഥരുടെ വസ്ത്രമാകാൻ പാടില്ല. മൂന്നാമത്തേത് ഇറുകിയ വസ്ത്രമാകാൻ പാടില്ല. അവൾ അത് ധരിച്ചിട്ടുണ്ട് എന്നിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണുകയും ചെയ്യാം. ധരിച്ചിട്ടുണ്ടെന്നാൽ ധരിച്ചിട്ടില്ല എന്നതാവാൻ പാടില്ല. ഇങ്ങനെ ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ചുകൊണ്ട് ഇസ്ലാമികമായി വേഷം ധരിച്ച ഒരു പെണ്ണിനെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം, അവൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. അതുകൊണ്ട് തന്നെ അവൾ ആക്രമിക്കപ്പെടുകയുമില്ല, ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന ആ ഒരു ഗൗരവം. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയുമോ? 12, 13, 14 വയസ്സായ പെൺകുട്ടികളെ മുസ്ലിം ഉമ്മമാർ, പർദ്ദ ധരിക്കുന്ന ഉമ്മമാർ, ഇസ്ലാമിക വേഷമനുസരിച്ച് നടക്കുന്ന ഉമ്മമാർ അവരുടെ പെൺകുട്ടികളെ സ്കൂളുകളിലേക്ക് അവരുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് യാതൊരു നിലവാരവുമില്ലാത്ത രൂപത്തിൽ പുറത്തേക്ക് അയക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരികമായി രമിക്കുന്നത് മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വ്യഭിചാരം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്ന അശ്ലീലം കണ്ണിന്റെ വ്യഭിചാരമാണ്. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ചിന്തകൾ അത് ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. കാതുകൾ കൊണ്ട് കേൾക്കുന്ന അശ്ലീലം അത് കാതിന്റെ വ്യഭിചാരമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി നമ്മൾ പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ കണ്ടുകൊണ്ട് അവൾ സ്കൂളിലേക്കോ അവളുടെ സ്ഥാപനത്തിലേക്കോ പോയി തിരിച്ചു വരുന്ന സമയത്തിനിടയിൽ അവളെ കാണുന്ന ഒരുപാട് ആളുകൾ, നമുക്കറിയാം, നമുക്ക് ചുറ്റിനുമുള്ള ആളുകളെ മുഴുവൻ നന്നാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ചുറ്റുപാടുകൾക്ക് മുന്നിൽ നമുക്ക് നമ്മെ സ്വയം രക്ഷിക്കാൻ സാധിക്കും. അതാണ് ഇസ്ലാമിക വേഷം എന്ന് പറയുന്നത്. ഒരു തെറ്റ് ചെയ്യുന്നവർ എവിടെയും ചെയ്യുമെന്നൊക്കെ ആളുകൾ ജൽപ്പനങ്ങൾ വിടും. പക്ഷേ ഈ നിറഞ്ഞ സദസ്സിലിരിക്കുന്ന നിങ്ങളോട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഈ സദസ്സിൽ കയറി നിന്നുകൊണ്ട് ഈ ഒരു സദസ്സിലേക്ക് നോക്കുമ്പോൾ വൈകാരികമായി എന്തെങ്കിലും ഒരു ചിന്ത നമുക്കുണ്ടാകുമോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ധരിച്ചു വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വേഷ സംവിധാനത്തോടു കൂടി അല്ലാതെ ജീൻസും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം നിഴലിച്ച് കാണുന്ന രൂപത്തിലുള്ള അതുപോലൊരു വേഷത്തിലാണ് നിങ്ങൾ. അങ്ങനെ ഒരാളെങ്കിലും ഇവിടെ ഈ സദസ്സിലുണ്ടെങ്കിൽ എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്കാകും. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടികൾ പുറത്തുപോയി തിരിച്ചു വരുന്നതിനിടയിൽ അവളെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. മതമില്ലാത്ത, വിശ്വാസങ്ങളില്ലാത്ത, എത്തിക്സ് ഇല്ലാത്ത, എന്തിനേയും ഏതിനേയും രമിക്കാൻ ആഗ്രഹിക്കുന്ന കഴുകക്കണ്ണുകളുമായുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പെൺകുട്ടികളെ നോക്കി വെള്ളമിറക്കിക്കൊണ്ട് അവന്റെ രാത്രിയുടെ യാമങ്ങളിൽ ഒരു സെക്കൻഡെങ്കിലും നമ്മുടെ മോളെ കണ്ടിട്ട് അവരുടെ ശരീരത്തെ ഓർത്തുകൊണ്ടോ അവനതിൽ നിർവൃതിപ്പെടുന്നുണ്ട് എങ്കിൽ ഉമ്മമാരെ കരുതിയിരിക്കുക. നമ്മുടെ പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് വ്യഭിചരിക്കുവാൻ വേണ്ടി ഒരു കാഴ്ച വസ്തുവായി നമ്മൾ പ്രദർശിപ്പിക്കരുത്. മറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. നാലാളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവളെ സ്വീകരിക്കുക വഴി, നാലാളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുടെ മുന്നിൽ നിന്ന് അവളെ സ്വീകരിക്കുക വഴി അവൾ ഒന്നിച്ച് ജീവിക്കുന്ന ജീവിതകാലം അത്രയും അവൾക്ക് വരുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളിലെല്ലാം അവളുടെ കൂടെ
താങ്ങും തണലുമായി നിൽക്കാമെന്ന് ഉറപ്പു തരുന്ന അവളുടെ പുരുഷന്റെ മുന്നിൽ മാത്രം അവൾക്ക് പ്രദർശിപ്പിക്കാനുള്ളതാണ് അവളുടെ ശരീരം. അത്രമേൽ പ്രശസ്താണ് ഒരു മുസ്ലിം പെണ്ണിന്റെ ശരീരം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ ദീനിനെ പഠിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ യാതൊരു രൂപത്തിലുള്ള അപകർഷതാബോധവും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും നമുക്ക് വരികയില്ല. മറിച്ച് ഞാൻ മുസ്ലിം പെണ്ണാണ്, ഇതെന്റെ അഭിമാനത്തിന്റെ വേഷമാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഏതെല്ലാം തലങ്ങളിലേക്ക് ഒരു മുസ്ലിം പെണ്ണിന് എത്താൻ പറ്റുമോ ആ തലങ്ങളിലേക്കെല്ലാം അവൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷന് പോലും ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ പോലും ഇനി ഫ്ലൈറ്റ് ഓടിക്കണോ, ഏതെല്ലാം മേഖലകളിൽ അവൾക്ക് അവളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുമോ അവിടേക്കെല്ലാം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. നോബൽ ജേതാവായ ഒരു സ്ത്രീയോട് നിങ്ങൾ ഇത്രമേൽ വൈജ്ഞാനിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി പ്രാപിച്ച ഒരു സ്ത്രീയല്ലേ, അതിന്റെ പേരിലല്ലേ നിങ്ങൾക്ക് ഈ നോബൽ പ്രൈസ് കിട്ടിയതും, എന്നിട്ടും നിങ്ങൾ ഇത്രയും പുരോഗതി പ്രാപിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ഹിജാബ്, ഈ അപരിഷ്കൃത വേഷം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താണ് അവർ പറഞ്ഞ മറുപടി? ഞാൻ പറയുന്നു, ഒരു കാലത്ത് മനുഷ്യൻ അപരിഷ്കൃതരായിരുന്നു. അന്ന് കാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ തുണി ഉടുക്കാതെയാണ് നടന്നിരുന്നത്. ആണും പെണ്ണും പരസ്പരം ആ ഔറത്തുകളിലേക്ക് നോക്കി തുണി ഉടുക്കാതെ നടന്നു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പരിഷ്കൃതരായപ്പോൾ അവരെന്ത് ചെയ്തു? ഇലയും മരത്തിന്റെ തോലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മറയ്ക്കാൻ തുടങ്ങി. പിന്നീട് മനുഷ്യൻ പരിഷ്കൃതരായി ഇന്ന് കൂടുതൽ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ശരീരം മറയ്ക്കാൻ കഴിയുന്ന തലത്തിലേക്ക് എത്തി എന്നുള്ളത് സത്യമാണ് എങ്കിൽ, ഞാൻ ഇന്ന് ഏറ്റവും പരിഷ്കൃതമായി നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്തു കാണിക്കാത്ത വിധത്തിൽ ഞാൻ നിൽക്കുമ്പോഴല്ലേ ഞാൻ ഏറ്റവും പരിഷ്കരിച്ചവരാകുക? അങ്ങനെയുള്ള എന്നോട് നിങ്ങൾ വീണ്ടും അപരിഷ്കൃത ലോകത്തേക്ക് പോകുവാനാണോ പറയുന്നത് എന്ന് അവർ ചോദിച്ചു. ഇതേ ചോദ്യം തന്നെയാണ് സഹോദരിമാരെ നമുക്ക് ഈ സൊസൈറ്റിയോടും ചോദിക്കാനുള്ളത്. മാത്രവുമല്ല, ഓരോ ഉമ്മമാരും മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മഹ്ശർ മൈതാനിയിൽ ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും. ആ ഒരു വിഭാഗം ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോയിടുന്ന സമയത്ത് അവർ അലമുറയിട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയും, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ആരാണ് ആ നരകാഗ്നിയിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്ന് അറിയുമോ? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി, ഞങ്ങളെ ഇന്ന് ഈ നരകാഗ്നിയിൽ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലേക്ക് അധപ്പതിപ്പിക്കുമാറ് ഞങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുപോയ ആളുകൾ ആരായിരുന്നാലും, അത് മനുഷ്യനാവട്ടെ ജിന്ന് വർഗത്തിൽ നിന്നുള്ളവരാവട്ടെ, ആരായിരുന്നാലും അവരെ ഒന്ന് കൊണ്ടുവരൂ, ഞങ്ങളുടെ കാൽ കീഴിൽ ഞങ്ങൾ അവരെ ഇട്ടിട്ട് അവരെ അധമന്മാരായിട്ട് ഞങ്ങൾ കാണട്ടെ എന്ന് പറയും. അതൊരു പക്ഷേ നമ്മുടെ സന്താനങ്ങളായി മാറാൻ പാടില്ല. നമ്മുടെ കുട്ടികളായി ജനിച്ചതുകൊണ്ട്, നമ്മളുടെ ഉദരത്തിൽ അവർക്ക് ജന്മം കൊടുത്തതുകൊണ്ട് അവർ നാളെ നരകത്തിന്റെ വിറകുകളാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ മനസ്സിലാക്കുക, പ്രബോധനം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ ജീവനാഡിയേക്കാൾ അടുത്തു നിൽക്കേണ്ടുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ സ്റ്റേജിൽ കയറുകയോ പ്രഭാഷണം നടത്തുകയോ വേണ്ട. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും സൂക്ഷ്മതയോടുകൂടി സംസാരിക്കുക, സൂക്ഷ്മതയോടുകൂടി ഇടപെടുക, ആളുകളുമായി സൂക്ഷ്മതയോടുകൂടിയുള്ള സമ്പർക്കങ്ങൾ ഉണ്ടാവുക. നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവരായി, നമ്മുടെ കുടുംബത്തിന് പ്രിയപ്പെട്ടവരായി. നമുക്കറിയാം, സച്ചരിതരായ പ്രവാചകന്മാരെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ത്യാഗങ്ങളുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ കുടുംബങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരുണ്ട്, കുടുംബങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവരുണ്ട്. സമൂഹത്തിൽ അവർ അങ്ങേയറ്റം വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ചവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിശ്വസിച്ചു എന്ന കാരണം കൊണ്ടാണെങ്കിൽ ഒന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്നാൽ വിശ്വസിച്ച സത്യത്തെ ജനങ്ങളിലേക്ക് തുറന്നു പറഞ്ഞപ്പോൾ സ്വന്തം നാട്ടിൽ നിന്നും അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന, സത്യസന്ധൻ എന്ന് വിളിച്ചിരുന്ന മുഴുവൻ ആബാലവൃന്ദം ആളുകളും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത്. അത്രയേറെ സ്നേഹിച്ചിരുന്ന പ്രവാചകനെ ഒരൊറ്റ നിമിഷം കൊണ്ട് സ്ത്രീലമ്പടൻ, മാരണക്കാരൻ, ആഭിചാരക്കാരൻ എന്നെല്ലാമുള്ള തോന്നിവാസങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് പ്രവാചകനെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുകയും ആ നാട്ടിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വേദനയോടുകൂടി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നതും ഈ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രയാസങ്ങളും, അത് കുടുംബത്തിലാവട്ടെ പുറത്തു നിന്നാവട്ടെ, അതൊന്നും തന്നെയും നമ്മൾ നിരാശപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന വിശ്വാസിനികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.